ആ കൈകളിലാണ് പത്നിയുടെ മുഴുവൻ സുരക്ഷയും. അറിയാം ഈശ്വരമ്മ, ഈശ്വരൻ എന്റെ കൈകളിലേക്ക് തന്ന എന്റെ പാതി ജീവനെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്നേഹിക്കും, സംരക്ഷിക്കും. സുരക്ഷിതയായിരിക്കും അവൾ. നല്ലത്. പക്ഷേ നീ ജീവിക്കുന്നതും സന്തോഷിക്കുന്നതും ഒരു നാരീജന്മം കാരണത്താലായതുകൊണ്ട് തന്നെ നിന്റെ ജീവിതവും സന്തോഷവും ഇല്ലായ്മ ചെയ്യാൻ മറ്റൊരു നാരീജന്മം പിറവിയെടുത്തു കഴിഞ്ഞു. ആത്മബലം കൊണ്ടും കർമ്മബലം കൊണ്ടും ആൾബലം കൊണ്ടും നേതൃസ്ഥാനത്ത് നിൽക്കുന്ന നീ ഭയക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞവയിൽ ആത്മബലം കൊണ്ട് മാത്രം നിന്റെ ജീവിതം തകർക്കാൻ വരുന്ന ഒരു സ്ത്രീയാണെന്നുള്ളത് ഈശ്വര നിശ്ചയം. ഈശ്വരമ്മ പറയുന്നത്? അതെ, കാഹളം മുഴക്കിയല്ലാതെ നിശബ്ദയായി ഒരു ശത്രു നിന്നെ തേടി വരുന്നുണ്ട്. മനഃപൂർവമല്ലാതെ ആസൂത്രിതമല്ലാതെ അവൾ ഈ നാട്ടിലേക്ക് വരും. ഈശ്വരാനുഗ്രഹം പോലെ കണ്ട് അവൾ ഇവിടെ നിലയുറപ്പിക്കും. ഭയക്കേണ്ടതില്ല എന്ന് ഞാൻ സമാധാനത്തിൽ ഒരു നുണ പറയുന്നില്ല. കാരണം വരുന്നവൾ നിസ്സാരക്കാരിയല്ല. നിരായുധയായി വരുന്നവൾ ബന്ധങ്ങളുടെ കെട്ടുപാടുകളാൽ നിങ്ങളെ ശ്വാസം മുട്ടിക്കും. ആയുധങ്ങൾ അവളുടെ കൈകളിലേക്ക് എത്തിച്ചേരും. ഇവിടെ നന്മയും തിന്മയും തിരിച്ചറിയാൻ പ്രയാസമാണ്. പണ്ട് മുതലേ ഉള്ളതാണ് സന്തോഷങ്ങളുടെ ഇടയ്ക്ക് ഒരു ഭയപ്പാട്. ആ ഭയപ്പാട് നീ എങ്ങനെ തരണം ചെയ്യുന്നു എന്നിരിക്കും നിന്റെ മുന്നോട്ടുള്ള ജീവിതവും. താൽക്കാലികമായുള്ള ഈ സന്തോഷം പ്രിയ പത്നിയുമായുള്ള സന്തോഷങ്ങളെല്ലാം ആവുന്നോളം ആഘോഷമാക്കി മാറ്റാൻ ശ്രമിക്കണം. അതാത് സമയത്ത് നടക്കേണ്ടത് നടക്കും, നടന്നേ തീരൂ. തടഞ്ഞാലും മുൻകൂട്ടി പദ്ധതികൾ ഒരുക്കിയാലും വരേണ്ടവൾ നിന്റെ ഭവനത്തിന്റെ പടികൾ കയറി വരും. അതുകൊണ്ട് മുൻകൈ എടുക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം അമ്മ നിന്നെ അറിയിച്ചുവെന്നേ ഉള്ളൂ. ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ, പ്രാർത്ഥനകൾ വലിയ ആപത്തുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. നീ ജീവിക്കുന്നതും സന്തോഷിക്കുന്നതും ഒരു നാരീജന്മം കാരണത്താലായതുകൊണ്ട് തന്നെ നിന്റെ ജീവിതവും സന്തോഷവും ഇല്ലായ്മ ചെയ്യാൻ മറ്റൊരു നാരീജന്മം പിറവിയെടുത്തു കഴിഞ്ഞു. ഇനിയും ഞാനും സാറും തമ്മിൽ അകന്നു നിന്നാൽ ചിലപ്പോൾ അത് വല്ലാത്തൊരു വീർപ്പുമുട്ടലാവും. രാജനന്ദിനിയുടെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചാൽ ഞങ്ങൾക്കിടയിലെ അകൽച്ച മാറും. അതിന് നന്ദിനി നിലയമെന്ന ആ വീടിന്റെ പടി ഒന്നുകൂടി ചവിട്ടണം. അതെന്നാണെങ്കിൽ ഇന്ന്.
ശ്രീലക്ഷ്മി അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുക, അവളുടെ അച്ഛനമ്മമാരുടെ വാടക വീട്ടിലേക്ക്. വീടിന്റെ അഡ്രസ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് എത്രയും വേഗം താൻ ഫോട്ടോ അവരെ കാണിക്കണം. നമ്മളിപ്പോ എവിടെ എത്തി? ചേട്ടാ, നമ്മളിപ്പോ പഴയ പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞു. അപ്പൊ ഇനി അധിക ദൂരം ഇല്ല അല്ലേ? ഇല്ല ചേട്ടാ, നമ്മൾ ഉടനെ എത്തും. ആ, സ്പീഡിൽ വിട്ടോ. ശരി ചേട്ടാ. സുദർശന, ഞാൻ വരികയാണ്. മനോഹരമായ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാം. അത് നിങ്ങൾ കാണുന്നതോടെ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഇവിടെ നടക്കും. സുദർശന്റെയും കുടുംബത്തിന്റെയും സ്വസ്ഥത കളയാൻ ഈ ത്രിവിക്രമന് കാഴ്ചയുടെ ആവശ്യമില്ലെന്ന് ഇന്ന് എല്ലാത്തിനും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. എന്താ ചേട്ടാ ചിരിക്കുന്നത്? എന്താ ചേട്ടാ ചിരിക്കുന്നുവെന്നോ? താൻ നേരെ നോക്കി വണ്ടി ഓടിക്കണോ? എന്തൊക്കെ അറിയണം. ഇതൂടെ വെക്ക്. അച്ഛാ. എന്താ മോളെ? അച്ഛാ, ഞാനും നിങ്ങളുടെ കൂടെ കടയിലേക്ക് വരാം. പകല് മുഴുവൻ ഇവിടെ വെറുതെ ഇരിക്കല്ല ഞാൻ. അയ്യോ, അതെന്തിനാ മോളെ? മോക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മ കൂടി മോളോടൊപ്പം നിൽക്കട്ടെ, അല്ല സരോജ? ആ, എങ്കിൽ പിന്നെ അമ്മ ഇന്ന് പോകുന്നില്ലെന്ന് വെക്കാം. അത് വേണ്ടമ്മേ, അച്ഛൻ തനിച്ചല്ലേ ഉള്ളൂ. അതോർത്ത് മോള് വിഷമിക്കണ്ട. തിരക്കുള്ള ദിവസങ്ങളിൽ ഒരു ചെക്കൻ ജോലിക്ക് നിൽക്കാറുള്ളതാ. ഞാനവനെ വിളിക്കാം. ആ, അതെ അതെ. അതല്ലമ്മേ, വീട്ടിലിരുന്ന വെറുതെ ഇരിക്കാനല്ലേ പറ്റൂ. അങ്ങനെ വെറുതെ ഇരുന്ന് സമയം കളയുന്നതിലും നല്ലതല്ലേ ഞാൻ കടയിലേക്ക് വരുന്നത്. അച്ഛനും അമ്മയ്ക്കും അതൊരു സഹായം ആവുമല്ലോ. അങ്കിൾ, ആന്റി. അത് ദീപുവിന്റെ ശബ്ദമാണല്ലോ. ആ, ഇങ്ങോട്ട് വരണമെന്നും അച്ഛനമ്മ കാണണമെന്നും പറഞ്ഞിരുന്നു. ഞാൻ പോയി നോക്കാം. ദീപുവനെ ഇരിക്കേ. അങ്കിൾ, എത്ര നാളായി നിങ്ങളൊക്കെ കണ്ടിട്ട്. ആന്റി സുഖാണോ? സുഖാണ് മോനെ. അച്ഛനും ആന്റി കൃഷ്ണയൊക്കെ സുഖായിട്ടിരിക്കുന്നോ? ആ, എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ട് ആന്റി. ഞാൻ ആന്റിയോട് പിണക്കോ ശരിക്കും. നിങ്ങൾ രണ്ടാളും കോളേജിൽ നിന്ന് പോയപ്പോ എനിക്ക് എന്ത് വിഷമായെന്ന് അറിയോ? പാവ ശ്രീലക്ഷ്മിക്ക് ഒരുപാട് വിഷമായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പം ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. ദീപുവിന് ഞങ്ങളോട് ദേഷ്യമൊന്നുമില്ലല്ലോ. അയ്യോ ഇല്ലെങ്കിലേ, എനിക്ക് നിങ്ങൾ പോയതിൽ വിഷമേ ഉള്ളൂ. ഇപ്പൊ ഹാപ്പിയാണ്. രണ്ടാളെ നേരിട്ട് കാണാൻ സാധിച്ചല്ലോ. അല്ല, കൃഷ്ണ എവിടെ? അവളെയും കൂട്ടി വരായിരുന്നില്ലേ നിനക്ക്? കൃഷ്ണയ്ക്ക് ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട് ആന്റി, അതാ വരാഞ്ഞത്. രണ്ടാൾക്ക് ഒരുമിച്ച് ലീവ് കിട്ടില്ലല്ലോ. പിന്നെ അച്ഛനും ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു ഭയങ്കര നിർബന്ധമായിരുന്നു. പക്ഷെ ഞാൻ അച്ഛനറിയാതെ ആദ്യമേ ഇങ്ങ് പുറപ്പെട്ടു. അച്ഛനെ ഞാൻ പറ്റിച്ചു. ത്രിവിക്രമൻ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹം പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരായിരുന്നില്ലേ? ആ, ഒരു ദിവസം കൊണ്ടുവരാം. ആ, ദീപു ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ഇരിക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? അങ്ങനെ പോകുന്നു. ചേട്ടാ, ഇതാണ് ചേട്ടൻ കാണിച്ച അഡ്രസ്സിലെ വീട്. എത്തിയല്ലേ? പക്ഷെ ചേട്ടാ, ഇത് കുറെ സ്റ്റെപ്പ് കയറി വേണം പോവാൻ. ചേട്ടൻ എങ്ങനെ പോകും? താൻ എന്നെ ഒന്ന് പിടിച്ച് അവിടെ എത്തിക്കും. ചേട്ടാ, പോയിട്ട് വേറെ ഓട്ടോ ഉള്ളതാ. ഇന്നിനി താൻ വേറെ ഓട്ടോ ഒന്നും പിടിക്കണ്ട. എന്നെ സഹായിക്കുന്നതും കൂടി ചേർത്ത് ഞാൻ കാശ് തരാം, പോരെ? എങ്കിൽ ഓക്കെ. ആ, നോക്കി.
ഹലോ ഹലോ ത്രിവിക്രമ, എന്തായി അവിടെ? എത്തിയോ താൻ? അയ്യോ, എന്തൊരു ടൈമിംഗ് ആണ് മാഡം. ഞാൻ ദേ വന്നിറങ്ങിയതും മാഡത്തിന്റെ ഫോണും വന്നു. മാഡം ഒരു പുലി തന്നെയാണ് കേട്ടോ. ഞാൻ പുലിയാണോ എലിയാണോ എന്നൊക്കെ അറിയിക്കാനാ തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അത് ഇന്നത്തോടെ എല്ലാവർക്കും മനസ്സിലാവും മാഡം. ആ, ഇനിയും സമയം കളയണ്ട. പിന്നെ ആ ഫോട്ടോ കൃത്യമായിട്ട് എല്ലാവരെയും കാണിക്കണം. താൻ തപ്പിത്തടഞ്ഞ് ഫോട്ടോ മാറിയൊന്നും കാണിച്ചേക്കരുത്. അതോർത്ത് മാഡം ടെൻഷൻ ആവണ്ട. കാണിക്കാനുള്ള ഫോട്ടോ ഞാൻ കൃത്യമായി കാണിച്ചു. മാഡത്തിന്റെ പ്ലാൻ ഒക്കെ നടത്തിച്ചിരിക്കും ഞാൻ. ഇതേ ത്രിവിക്രമന്റെ വാക്കാ. മാഡം തന്ന സ്വർണത്തിനുള്ള കൃത്യമായ ജോലി ഞാൻ ചെയ്തിരിക്കും, ഉറപ്പ്. വെരി ഗുഡ്. എല്ലാം കഴിയുമ്പോ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം. മനസ്സിലായി മാഡം. എല്ലാം കണ്ടു കഴിഞ്ഞുള്ള അവരുടെ മുഖഭാവം മാഡത്തിന് കാണാനില്ലേ? അതും ത്രിവിക്രമനേറ്റു. മാഡം ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ. കേട്ടോ ആ കയറിക്കാം. എങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ ഇറങ്ങട്ടെ. കട തുറക്കാൻ വൈകിയ ശരിയാവില്ല. ഇന്നലെ തുറക്കാത്തതുകൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെ തുറക്കണം. ആ, ഞാൻ സാധനങ്ങൾ എടുത്തേ മോളെയും കൂട്ടി അങ്ങ് വന്നേക്കാം. ശ്രീടച്ചൻ ഇറങ്ങിക്കോ. താൻ ഇവിടെ തന്നെ നിന്നാ മതി. ത്രിവിക്രമനോ? ത്രിവിക്രമന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഈ കാണാത്ത കണ്ണും വെച്ചോണ്ട് അച്ഛൻ ഇങ്ങനെ ഇവിടെ എത്തി? ആഹാ, നീ ഇവിടെ എത്തിയല്ലേ മോനെ ദീപു. നീ എന്നെ പറ്റിച്ചു പോന്നെങ്കിലും വരേണ്ട സ്ഥലത്ത് ആ സമയത്ത് എവിടെയാണെങ്കിലും ഈ ത്രിവിക്രമ എത്തിയിരിക്കും. അത് നിനക്കിപ്പോ മനസ്സിലായി കാണുമല്ലോ. സരോജൻ ചേച്ചി എവിടെ? ഇവിടെ ഉണ്ടോ? ഉണ്ട് ത്രിവിക്രമ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. സുഖമല്ലേ ചേച്ചി? ആ, സുഖായിരിക്കുന്നു. അത് ഞാൻ അറിഞ്ഞായിരുന്നു. അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എത്ര സുഖമാണെന്ന് പറഞ്ഞാലും ആ സുഖം കെടുത്താൻ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. ചിലരുടെ യോഗം അതാ. എവിടെ പോയാലും സമാധാനം കിട്ടില്ല. അതിനുവേണ്ടി ദൈവമായിട്ട് എന്നെ പോലുള്ളവനെ നിയോഗിക്കുകയും ചെയ്യും. എന്താ ത്രിവിക്രമ മുനവെച്ചൊരു സംസാരം? അവസാനം നമ്മൾ തമ്മിൽ കണ്ടപ്പോ ഇതൊന്നും ആയിരുന്നല്ലോ ത്രിവിക്രമന്റെ ഭാവം. കാലം മാറുന്നതനുസരിച്ച് നമ്മളും മാറണ്ടേ സുദർശൻ ചേട്ടാ? ഭാവങ്ങൾ മാറാനും മാറ്റാനും ദൈവമായിട്ടൊരു വഴി കാണിച്ചു തരുമ്പോ നമ്മൾ മാറണം, അടിമുടി മാറണം. മാറണം മാറണം. ഇപ്പോഴുള്ള ഈ മാറ്റം തന്നെ ത്രിവിക്രമന് താങ്ങാനാവുന്നില്ല. ഇനി ബാക്കിയുള്ളത് തന്റെ ഈ സംസാര, അതും മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് അതുകൂടി നഷ്ടപ്പെടുത്താൻ നിൽക്കണ്ട. അയ്യോ, ഞാനൊന്നും പറയാൻ വന്നതല്ല, കാണിക്കാനാ വന്നത്. ശ്രീലക്ഷ്മിയുടെ ജീവിതവുമായി ഒരുപാട് ബന്ധമുള്ള ഒരു ഫോട്ടോ നിങ്ങളെ എല്ലാവരെയും കാണിക്കണം, പോണം. അത്രേ ഉള്ളൂ. ഫോട്ടോയോ? എന്ത് ഫോട്ടോ? അത് ഞാൻ കാണിക്കാന്നേ. ആ ഫോട്ടോ കണ്ടു കഴിയുമ്പോ നിങ്ങൾ എല്ലാവരുടെയും അന്താളിപ്പ് ഒന്ന് നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ വിധിയില്ലല്ലോ. ദേ ത്രിവിക്രമ, കുറച്ചുകൂടി നന്ദി കാണിക്കാൻ കേട്ടോ. അനങ്ങാനാവാതെ ബെഡി കിടന്നപ്പോ ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ആശ്വാസ വാക്കു പറയാനും ഒരു സഹായത്തിനും. നിന്റെ തല തിരിഞ്ഞ ബുദ്ധി നീ ഞങ്ങളോട് വീണ്ടും കാണിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. എന്താ സരോജൻ ചേച്ചി ഇത്? മോൾ ആഗ്രഹിച്ച ഒരു ജീവിതം ചുളിവിന് കൈവന്ന് വീണപ്പോ
മംഗല്യരേഖയിൽ ഒരു നിഴലിപ്പുള്ളത് ജ്യോത്സ്യന്മാരാരും നിങ്ങളോട് പറഞ്ഞിരുന്നില്ല അല്ലേ? അതുകൊണ്ടാണ് ശ്രീലക്ഷ്മിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നിമിഷമുണ്ടാവുമെന്ന് നിങ്ങൾ കരുതുക പോലും ചെയ്യാത്തത്. അത്രയ്ക്ക് സസ്പെൻസ് നിറഞ്ഞ കാഴ്ചയല്ലേ നിങ്ങൾ കാണാൻ പോകുന്നത്. നിന്ന് പ്രസംഗിക്കാതെ എന്താണെന്ന് വെച്ചാ കാണിച്ചു തന്നിട്ട് പോകാൻ നോക്ക്. കാണിക്കാലോ. മോനെ ദീപു, ഈ ഫോണിന്റെ ലോക്കൊന്ന് അഴിച്ചേ. അഴിച്ചോ? ആ ഇനി ആ ഗാലറി ഓപ്പൺ ചെയ്തേ. ഓപ്പൺ ചെയ്തോ? ആ ഇനി ആ ഫോട്ടോ എല്ലാവരെയും ഒന്ന് കാണിച്ചേ. ഞാനൊഴികെ എല്ലാവരും കൺകുടുക്ക കാണട്ടെ. അയ്യോ, ഇത് മോളുടെ ഫോട്ടോയാണല്ലോ. ഇത് മോള് മോഡലായ ഫോട്ടോ ആണല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആദ്യം എല്ലാരും ഒന്ന് ഞെട്ടിയില്ലേ? സത്യം പറഞ്ഞ അച്ഛന്റെ സംസാരം കേട്ടപ്പോ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിപ്പോയി. അത് ഞാൻ ചുമ്മാ എല്ലാരെയും ഞെട്ടിക്കാവെന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഒരു നിമിഷമെങ്കിലും നിങ്ങൾ എല്ലാവരെയും കരുതിയില്ലേ ഞാൻ ആ പഴയ ത്രിവിക്രമനാണെന്ന്? സത്യം. എന്തായാലും ഈ ഫോട്ടോ ഇപ്പൊ കണ്ടതിൽ സന്തോഷം. അന്നേ ഒരു മിന്നായം പോലെ കാണാനേ പറ്റുള്ളൂ. ഇതിലൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഇവിടെ വെക്കണം. എന്ത് ഭംഗിയാ മോളെ ഇതിൽ കാണാന്. സാക്ഷാൽ മഹാലക്ഷ്മിയെ പോലെയുണ്ട്. ത്രിവിക്രമ, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങളോട് ചെയ്തൊരു നല്ല കാര്യം ഇതാണെന്ന് തോന്നുന്നു അല്ലേ? അതെ സരോജ് ചേച്ചി, ഇനി ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെന്നാ എന്റെ ആഗ്രഹം. ഞാൻ വന്ന് നിങ്ങളുടെ വിശേഷമൊക്കെ അറിഞ്ഞിട്ട് പോകാന്ന് കരുതിയ ഇവനോട് എന്നെയും കൂട്ടി വരാൻ പറഞ്ഞത്. അപ്പൊ ഇവൻ എന്നെ പറ്റിച്ചു. പിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ വരെ വരണമെന്ന വാശിയായി. മോനെ ദീപു, എന്റെ കാഴ്ച മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. വീറും വാശിയൊക്കെ ഇപ്പോഴും നിന്റെ അച്ഛന് അതേപടി അവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും ഈ സന്ദർഭം ഒരു ഫോട്ടോ മുഖേന ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു സെൽഫി എടുക്കാം. എന്നെങ്കിലും കാഴ്ച തിരിച്ചു കിട്ടുമ്പോ എനിക്കും കാണാമല്ലോ. അതിനെന്താ ത്രിവിക്രമ, ആയിക്കോട്ടെ. അല്ലേ സരോജ? ആ അതെ അതെ. മോനെ ദീപു, ആ എല്ലാവരെയും നിർത്തി നീ ഒരു സെൽഫി എടുത്തേ. ആ ഇവിടെ സ്മൈൽ.